അങ്ങനെ കാത്തിരുന്ന ക്യാമ്പിൻ്റെ 4ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് മെസ് ഡ്യൂട്ടി കിട്ടിയത്. അങ്ങനെ രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ കിച്ചണിൽ കയറി. നിതിനാണെന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമാൻ ഇന്നലെ ഏറ്റായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ കയറി തേങ്ങ തിരുമാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കുറച്ച് കട്ടെടുത്ത് തിന്നുകയും ചെയ്തു. പിന്നെ ഞങ്ങളെ കിച്ചണിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ലേഖ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ്. ഇതിൽ പിന്നെ വേറെ 2 പേരും കൂടെ പെടും, പിന്നെ ഞാനും ഉണ്ട്. അങ്ങനെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോരുത്തരായിട്ട് വന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുത്തു. പിന്നെ എന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ്. അപ്പോൾ കിഴങ്ങ് കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഉച്ചത്തേക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഞങ്ങൾ അരിഞ്ഞു പറക്കിയൊക്കെ വെക്കുമായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി സവോള ഒക്കെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആകാശ്. അവൻ 5 മണിക്ക് അലാറം വെച്ചിട്ട് എണ്ണിട്ട് വന്നത് 7 മണിക്കാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള അലാറം കണ്ടാന്ന് തോന്നുന്നു വെച്ചിട്ട് കിടന്ന് അവൻ ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാറിയും തിരിഞ്ഞുമൊക്കെ ആയിട്ട് സവോളയൊക്കെ അരിഞ്ഞു. സവോള അരിഞ്ഞരിഞ്ഞ് അവസാനം ഞാൻ കരഞ്ഞ്. പിന്നെ പല രൂപത്തിലും ഭാവത്തിലും ഉള്ള സവോള എരിയലുകളായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. എല്ലാവരും മാറിയും തിരിഞ്ഞ് അരിഞ്ഞപ്പോഴത്തേക്കിന് സവോളയെല്ലാം പല ഷേപ്പിനായി. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അരിഞ്ഞത് കൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് സവോള അരിയലുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചത്തേക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ പരിപാടി ഞങ്ങൾക്ക് അവിടെ കഴിഞ്ഞായിരുന്നു. സവോള അരിയലിന് ശേഷമുള്ള മെയിൻ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നു. ഒരു ലോഡ് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നല്ലോ, 48 പിള്ളേരില്ലേ. അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനെ കൊണ്ടൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയപ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് തീർന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ അഫ്രയും ഇതിനും കൂടെ ബ്രെഡ് കട്ട് തിന്നുമായിരുന്നു. അവർ ആദ്യത്തെ മിഷൻ അതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബിസ്ക്കറ്റ് ആയിരുന്നു അവന്മാർ കട്ട് തിന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം പങ്ക് എനിക്കിവിടെ തന്നത് കൊണ്ട് ഞാൻ അങ്ങ് വെറുതെ വിട്ടു. അങ്ങനെ രാവിലെ കൃത്യം 8:30 ആയപ്പോഴത്തേക്കിനും ഫുഡ് കൊടുക്കാൻ പറ്റി. എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങളും കഴിച്ചു. ഉച്ചക്കത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.